നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരുഭൂമിയിൽ കുടുങ്ങിയ മനുഷ്യർ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികൾ, മൃതദേഹങ്ങളോട് കനിവ് കാണിക്കുന്ന മണ്ണ്. ഷാർജയിൽ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തം, വൻ നാശനഷ്ടം. തട്ടിപ്പ്, മലയാളികൾ ഉൾപ്പെടെ പിടിയിൽ. UAE-യിൽ പെട്രോളിന് വില കുറഞ്ഞു, ഡീസലിന് കൂടി. 1273 ലഹരി കടത്ത് തടഞ്ഞ ദുബായ് പോലീസ്. ഉയർന്ന താപനില, വാഹനങ്ങളിൽ കത്തുന്ന വസ്തുക്കൾ സൂക്ഷിക്കരുതെന്ന നിർദ്ദേശം. വിദേശങ്ങളിലേക്ക് പണമയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി 3-ാം സ്ഥാനത്ത്. മരുഭൂമിയിൽ കുടുങ്ങിയ മനുഷ്യർ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികൾ, മൃതദേഹങ്ങളോട് കനിവ് കാണിക്കുന്ന മണ്ണ്. സൗദി അറേബ്യയിലെ റിയാദ് പ്രവിശ്യയിലെ ഷക്രാക്കു വടക് അൽ മുസ്തവി മരുഭൂമിയിൽ വഴിതെറ്റി അലഞ്ഞ സൗദി യുവാവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് മരുഭൂമിയിൽ കണ്ടെത്തിയത്. മരുഭൂമിയിൽ വഴിതെറ്റുക എന്നാൽ മരണത്തിലേക്കുള്ള പാത തുറക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ചില നേരങ്ങളിൽ രക്ഷിക്കാൻ ആരും എത്തിയില്ലെങ്കിൽ മരണം ഉറപ്പ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് പോലെയാണ് മരുഭൂമിയിലെ മരണവും. ശ്വാസം കിട്ടാതെയുള്ള മരണം. ഉമിനീർ വറ്റി ശരീരത്തിലെ അവസാനത്തെ തുള്ളിവെള്ളവും വറ്റി മരുഭൂമിയിലേക്ക് ഇറ്റുവീണ് മരിക്കും. വാഹനത്തിന്റെ ചക്രം മരുഭൂമിയിലെ മണലിൽ ആണ്ടുപോയതോടെയാണ് യുവാവ് ഇറങ്ങി നടന്നത്. കൊടും ചൂടിൽ 8.7 കിലോമീറ്റർ നടന്നു. ഗ്യാസ് പമ്പിംഗ് നിലയത്തിന് അടുത്തെത്തി. അവിടെ മരങ്ങൾ വളരുന്നുണ്ടായിരുന്നു. മരത്തണലിൽ ഇരുന്ന് ദാഹമകറ്റാൻ ശ്രമിച്ചു. കോമ്പൗണ്ടിനകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവിടെ തളർന്നു വീണ് മരിച്ചു. മരുഭൂമിയിൽ ശരീരം അഴുകുന്നില്ല, ഉണങ്ങി വരണ്ടു കിടക്കുന്നു. കാലം ചെല്ലുമ്പോൾ മണൽക്കാറ്റിൽ പൊടിഞ്ഞ അകലങ്ങളിലേക്ക് ധൂളികളായി പറക്കുന്നു. ശരീരത്തിന്റെ വ്യാകരണ നിയമങ്ങൾ മാത്രം പൊട്ടാതെ പൊളിയാതെ ഏറെക്കാലം കിടക്കുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഈ മൃതദേഹവും. ജീവനൊടുങ്ങി മരുഭൂമിയിലൂടെ മാറിൽ കമിഴ്ന്നുറങ്ങുമ്പോൾ ആ ശരീരത്തിന്റെ വ്യാകരണ നിയമങ്ങൾ തെറ്റിയില്ല. ശരീരത്തിന്റെ സന്ധികളും സമാസങ്ങളും പൊട്ടാതെ പൊളിയാതെ ഉണ്ടായിരുന്നു. ഏതാനും വർഷം മുൻപാണ് തിരുവനന്തപുരം വർക്കല വടശ്ശേരിക്കോണം ഷജീർ മൻസിലിൽ ഷിഹാബുദ്ദീന്റെ മൃതദേഹം ഇതുപോലെ മരുഭൂമിയിൽ നിന്ന് ലഭിച്ചത്. മക്കയിലെത്തി ഉംറ നിർവഹിച്ച് മദീന സന്ദർശനം പൂർത്തിയാക്കി ബുറൈദ വഴി മടങ്ങിപ്പോയതായിരുന്നു ഷിഹാബുദ്ദീൻ. ബുദേറയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ ഡ്രൈവർ വഴിയിൽ ഇറക്കിവിട്ടു. പിന്നീട് വിവരമൊന്നുമില്ല. തിരച്ചിലായിരുന്നു. സൗദിയിലുള്ള സഹോദരനും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഷിഹാബിനെ തേടിയിറങ്ങി. ബുറൈദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, ജയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തി. മോർച്ചറികളിൽ അലഞ്ഞു. അവിടെ സുഖനിദ്രയിലുള്ള മൃതദേഹങ്ങളിൽ ഷിഹാബിന്റെ മുഖം അന്വേഷിച്ചു. എവിടെയും കണ്ടതേയില്ല. മാസങ്ങൾ ഏറെ കഴിഞ്ഞാണ് കണ്ടെത്തിയത്. ബുറൈദയിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ നബ്ഹാനിയ എന്ന ഗ്രാമത്തിലെ മരുഭൂമിയിൽ നിന്ന്. മരുഭൂമിയുടെ മാറിൽ കമിഴ്ന്നുറങ്ങുകയായിരുന്നു. ജീവൻ എന്നോ പടിയിറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അൽഹസയിലെ ബേക്കറിയിലെ ഡ്രൈവറായിരുന്നു ഷിഹാബുദ്ദീൻ. തിരുവനന്തപുരം വർക്കല വടശ്ശേരിക്കോണം ഷജീർ മൻസിലിൽ ബഷീർ സുബൈദ ദമ്പതികളുടെ മകൻ. മാസങ്ങൾക്കപ്പുറം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷിഹാബുദ്ദീന്റെ ശരീരം കണ്ടെടുക്കുമ്പോൾ വ്യാകരണ നിയമങ്ങളെല്ലാം അതുപോലെ തന്നെ. നടന്നൊടുക്കം വീണുപോയ അതേ രൂപത്തിൽ. ഒരിടവേളയ്ക്ക് ശേഷം ജീവൻ വീണ്ടും ആ ശരീരത്തിലേക്ക് വന്നണഞ്ഞാൽ അടുത്ത നിമിഷം യാത്ര തുടരാൻ പാകത്തിലുള്ള കിടത്തം. കുറച്ചു മുന്നിലൊരു ഗ്രാമമുണ്ടായിരുന്നു. വെള്ളം കൊടുക്കാൻ അവിടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. മനസ്സ് നിറയുവോളം, ശരീരം തണുക്കുവോളം, ദാഹമൊടുങ്ങുവോളം അവർ വെള്ളം കൊടുക്കുമായിരുന്നു. പക്ഷേ മരിച്ചൂടിൽ ഉരുകി ഒലിച്ചു വീണു. അവിടെ വീണു, കരിഞ്ഞുണങ്ങി. അതായിരുന്നു വിധി. ദിക്കറിയില്ല. മരുഭൂമിയിൽ കിഴക്കിന് പകരം തെക്കോട്ട് തിരിഞ്ഞാൽ തീർന്നു. 10 അടിക്കപ്പുറം അയാൾക്കെത്തേണ്ട സ്ഥലമുണ്ടായിരുന്നു. ദിശ മാറിയിരിക്കണം. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം. നാലുപാടും ഒരേ ഭൂമി. മുറിയിൽ കുടുങ്ങിയ പൂച്ചയെ കണ്ടിട്ടില്ലേ? അത് നാലുപാടും ഓടിക്കൊണ്ടേയിരിക്കും. പുറത്തേക്കുള്ള വഴി എവിടെയെന്നറിയാത്ത ഓട്ടം. ഇതിനെ ഓർമ്മിപ്പിക്കും മരുഭൂമിയിൽ കുടുങ്ങിയ മനുഷ്യൻ. ജീവിതത്തിലേക്കുള്ള വാതിൽ എവിടെയെങ്കിലും തുറന്നെങ്കിലായി. മരുഭൂമിയുടെ ഉള്ളിൽ കയറിയാൽ കാണാം വീണുപോയ ജീവിതങ്ങളെ. മനുഷ്യരുടെ, മൃഗങ്ങളുടെ, പക്ഷികളുടെ വ്യാകരണ നിയമം തെറ്റാത്ത അസ്ഥികൾ. മരുഭൂമിയുടെ ആത്മകഥയിൽ മുസഫർ അഹമ്മദ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരുഭൂമിയുടെ ഉള്ളിലൊരിടത്ത് മരിച്ചു കിടക്കുന്ന ഒട്ടകത്തിന്റെ അസ്ഥി. ഒട്ടകത്തിന്റെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുൻവർഷം ഇതുവഴിയെത്തിയ മറ്റൊരു സംഘവും ഒട്ടകത്തിന്റെ അസ്ഥിപഞ്ജരം ഇവിടെ കണ്ടിരുന്നു. ആ അസ്ഥി ഇപ്പോഴും അവിടെയുണ്ട്. അതിന്റെ മുഖത്തും ആ ചിരിയുണ്ട്. മരുഭൂമിക്ക് മൃതശരീരങ്ങളോടൊരു കനിവുണ്ട്. ശരീരത്തിന്റെ സന്ധികളും സമാസങ്ങളും പൊട്ടാനും പൊളിയാനും സമ്മതിക്കാതെ കാത്തുവെക്കുന്ന കരുത്തിന്റെ കനിവ്. തേളിനെ തിന്നു ഖബർ കുഴിച്ച് കാത്തിരുന്ന ഏതാനും വർഷം മുൻപാണ്
റിയാദിന്റെ തെക്ക് ഭാഗത്ത് സുലൈലയിലെ മരുഭൂമിയിൽ സൗദി പൗരൻ ഫഹദ് ബിൻ മർസൂഖ് അൽ വഹാദാനിക്ക് വഴിതെറ്റി. പോലീസിന്റെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ 3 ടയറും പൊട്ടിയ നിലയിൽ മരുഭൂമിയിൽ കണ്ടെത്തി. ഞാൻ ഈ ഭാഗത്തേക്ക് നടക്കുകയാണെന്നുള്ള ദിശാസൂചിക വലിയ വലുപ്പത്തിൽ പിക്കപ്പിന്റെ മുൻഭാഗത്ത് വരച്ചുവെച്ചിരുന്നു. ആ ആരോ മാർക്കിന് പിറകെ അന്വേഷണ സംഘം സഞ്ചരിച്ചു. ഒടുക്കം 15 കിലോമീറ്റർ അകലെ ഇയാളെ അവശനിലയിൽ കണ്ടെത്തി. ഉടൻ സുലൈൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദരിയെ കാണാനാണ് ഫഹദ് സുലൈലിൽ എത്തിയത്. സഹോദരിയുടെ കാണാതായ ഒട്ടകത്തെ തേടിയാണ് ഇയാൾ മരുഭൂമിയിലേക്ക് കയറിയത്. ഇടയ്ക്ക് വാഹനം കേടായി. തുടർന്ന് ബന്ധുക്കളിൽ ഒരാൾ വാഹനത്തിന്റെ കേടുപാടുകൾ തീർത്തു. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വഴിതെറ്റി. ടയർ പൊട്ടി. 2 ദിവസം വാഹനത്തിൽ തന്നെ കഴിഞ്ഞു. അതിലുണ്ടായിരുന്ന പച്ചവെള്ളം മാത്രം കുടിച്ചു. 3-ാം ദിവസം വിശപ്പ് സഹിക്കാനായില്ല. വാഹനത്തിൽ ചിത്രം വരച്ച് പുറത്തേക്കിറങ്ങി. വഴിതേടി അലയുന്നതിനിടെ കണ്ട തേളുകളെയും മറ്റ് ചെറിയ ജീവികളെയും മുൾച്ചെടികളുടെ ഇലകളും ഭക്ഷിച്ചു. ഇനിയൊരിക്കലും രക്ഷപ്പെടില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഒരു കിണറിനടുത്ത് തന്റെ അന്ത്യാഭിലാഷങ്ങൾ എഴുതിവെച്ച് ഖബർ കുഴിച്ച് അവിടെയിരുന്നു. മരണമെത്തുന്ന നേരവും കാത്ത്. എന്നാൽ അയാളെ തേടിയെത്തിയത് മരണമായിരുന്നില്ല. ഒരു ജീപ്പ് ദൂരെ നിന്ന് അരിച്ചെത്തുന്നത് പാതിയടഞ്ഞ കണ്ണിലൂടെ കാണുന്നുണ്ടായിരുന്നു. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വാഹനം കയറി അയാൾ തിരിച്ചു നടന്നു. തനിക്കായി ഒരുക്കിവെച്ച ഖബർ അടുത്ത കാറ്റിൽ താനെ തൂർന്നു പോയിട്ടുണ്ടാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സൗദി. ഷാർജയിൽ പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തം, വൻ നാശനഷ്ടം. ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റിലെ ബഹുനില കെട്ടിടത്തിൽ അഗ്നിബാധ. താമസക്കാരെ ഒഴിപ്പിച്ചു. ആളപായമില്ല. വൻ നാശനഷ്ടം കണക്കാക്കുന്നു. 13 നിലയുള്ള കെട്ടിടത്തിന്റെ 11-ാം നിലയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അവധി ദിവസമായതിനാൽ താമസക്കാരെല്ലാം കെട്ടിടത്തിലുണ്ടായിരുന്നു. ഫയർ അലാറം കേട്ടതോടെ താമസക്കാർ അയൽവാസികളെയും വിളിച്ചറിയിച്ച് ഗോവണിയിലൂടെ രക്ഷപ്പെട്ടു. പോലീസ് എത്തി തീകെടുത്തി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മുഴുവൻ താമസക്കാരെയും ഒഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. തട്ടിപ്പ്, മലയാളികൾ ഉൾപ്പെടെ പിടിയിൽ. സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ഒട്ടേറെ പേരിൽ നിന്ന് പണം തട്ടിയെടുത്ത 100 ആളുകളെ UAE പോലീസ് പിടികൂടി. ഇവരിൽ മലയാളികളും ഉൾപ്പെടും. തട്ടിപ്പ് നടത്തിയവരെ എത്തിയാണ് പിടികൂടിയത്. തട്ടിപ്പുകാരെ നിർദ്ദേശമനുസരിച്ച് വിവിധ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പണം സ്വീകരിച്ചവരും ശൃംഖലയിലുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ എമിറേറ്റുകളിലെ പോലീസിന്റെയും CID വിഭാഗത്തിന്റെയും സഹകരണത്തോടെയായിരുന്നു വ്യാപക പരിശോധന. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. UAEയിൽ പെട്രോളിന് വില കുറഞ്ഞു, ഡീസലിന് കൂടി. UAEയിൽ പെട്രോളിന് 15 ഫിൽസ് വരെ കുറഞ്ഞു, ഡീസലിന് 1 ഫിൽസ് കൂടി. രാജ്യാന്തര എണ്ണവിലയിലെ വ്യതിയാനമാണ് പ്രാദേശിക വിപണിയിൽ പ്രതിഫലിച്ചത്. വിലവർധന പുലർച്ചെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. 1273 ലഹരികടത്ത് തടഞ്ഞ ദുബായ് പോലീസ്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കോടികൾ വിലയുള്ള ലഹരിമരുന്ന് ദുബായ് പോലീസ് പിടിച്ചെടുത്തു. കര, കടൽ, വ്യോമമാർഗങ്ങളിലൂടെ 1273 ലഹരികടത്ത് ശ്രമങ്ങളാണ് പോലീസ് വിഫലമാക്കിയത്. ട്രമഡോർ, ക്യാപ്റ്റഗൺ, കറുപ്പ്, ഹെറോയിൻ, കഞ്ചാവ് എന്നിവയ്ക്ക് പുറമെ UAEയിൽ വിലക്കുള്ളതും നിയന്ത്രിതവുമായ മരുന്നുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുമെന്ന് ദുബായ് കസ്റ്റംസിലെ ടെക്നിക്കൽ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആദിൽ അൽ സുവൈദി പറഞ്ഞു. സ്മാർട്ട് റിസ്ക് എഞ്ചിൻ സാങ്കേതികവിദ്യയിലൂടെയാണ് ലഹരിമരുന്ന് എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞത്. കൂടാതെ എക്സ്റേ സ്കാനിംഗ്, സ്നിഫർ ഡോഗ് എന്നിവയിലൂടെയും ലഹരി കണ്ടെത്തും. തുടർന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഉയർന്ന താപനില, വാഹനങ്ങളിൽ കത്തുന്ന വസ്തുക്കൾ സൂക്ഷിക്കരുതെന്ന് നിർദ്ദേശം. സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലെ ഉയർന്ന താപനില കണക്കിലെടുത്ത് വാഹനങ്ങളിൽ കത്തുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനെതിരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് അന്ന് മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങൾ കത്തുന്ന വസ്തുക്കളിൽ നിന്ന് മുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു. പോർട്ടബിൾ മൊബൈൽ ചാർജറുകൾ, ഫോൺ ബാറ്ററികൾ, പെർഫ്യൂമുകൾ, ഹാൻഡ് സാനിറ്റൈസർ ബോട്ടിലുകൾ, മറ്റ് തീപിടിക്കുന്ന വസ്തുക്കൾ എന്നിവ വാഹനങ്ങളിൽ വെക്കരുതെന്ന് വാഹനം ഓടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. ഈ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും വാഹനങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ പുറത്തെ ഉയർന്ന താപനില കാരണം തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. വിദേശങ്ങളിലേക്ക് പണമയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി 3-ാം സ്ഥാനത്ത്. വിദേശങ്ങളിലേക്ക് പണമയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 2-ാം സ്ഥാനത്തും. കഴിഞ്ഞ വർഷം മൊത്തം വിദേശത്തേക്ക് അയച്ച തുക ഏകദേശം 144 ബില്യൺ റിയാലായിരുന്നു. മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബീഫ് എന്ന തലക്കെട്ടിലുള്ള ലോകബാങ്കിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്ക 1-ാം സ്ഥാനത്താണ്. മൊത്തം വിദേശ പണമയക്കൽ 2023 ഏകദേശം $85.8 ബില്യൺ ഡോളറിലെത്തി.
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തും അറബ് ലോകത്ത് 1ാം സ്ഥാനത്തുമെത്തി. മൊത്തം പണമയക്കൽ ഏകദേശം $38.5 ബില്യൺ. അതേസമയം കുവൈത്ത് ആഗോളതലത്തിൽ 10ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3ാം സ്ഥാനത്തുമാണ്. സൗദി അറേബ്യ കഴിഞ്ഞാൽ അറബ് ലോകത്ത് ഖത്തർ 4ാം സ്ഥാനത്തും $11.8 ബില്യൺ UAEയും $2.7 ബില്യൺ ബഹ്റൈനും 2ാം സ്ഥാനത്താണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.